നമ്മൾ സാധാരണഗതിയിൽ 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ അമ്മയുടെ പാല് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഇതാണ്. അത് പ്രീ ടൈം ബേബീസിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 6 മാസം കഴിഞ്ഞേ നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങും. അപ്പൊ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് വേവിച്ചിട്ട് ഉടച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ നാട്ടിൽ കായപ്പൊടിയോ നവരനെല്ലിന്റെ പൊടിയോ റാഗിയുടെ പൊടിയോ അമൃതം പൊടിയോ ഈവൻ സെറിലാക്കോ അങ്ങനത്തെ പാക്കറ്റ് ഫുഡ് ആണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. അത് കൊടുത്തു തുടങ്ങുക. ഈ പറഞ്ഞ പോലെ ഒരു 9 മാസം 10 മാസം ആവുന്ന സമയത്ത് കുറച്ച് ചവയ്ക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങണം. ഒരു 1 ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിങ്ങൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, പാരൻസ് എന്താണ് ഭക്ഷണം കഴിക്കുന്നത് അത് തന്നെ അതിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ ഹോം ബേസ്ഡ് ഫുഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ അത് നമ്മൾ ഒരു 1.5-2 വയസ്സാകുമ്പോഴേക്കും സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ സമയത്ത് അതേ ഷെഡ്യൂളിൽ അതേ ഭക്ഷണം തന്നെ കൊടുത്തു കാണും. കാരണം ഈ സ്പെഷ്യൽ ഫുഡ്സ് കുറുക്കുകളെല്ലാം ഒരു 1.5 വയസ്സിന് മുമ്പേ മാറ്റിയിട്ട് സാധാരണ ഭക്ഷണം ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ കുട്ടി ഒരു 4-5 വയസ്സ് വരെ കുറുക്ക് മാത്രമേ കഴിക്കുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ആകെ നമ്മൾക്ക് അത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു വളർന്ന പ്രായത്തിൽ കൂടുതൽ മധുരമുള്ള സാധനങ്ങളും കൂടുതൽ സാൾട്ടി, കൂടുതൽ ഉപ്പ് അടങ്ങിയ സാധനങ്ങളും കഴിയുന്നത് റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. കാരണം അതുകൊണ്ട് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് തന്നെ കൂടുതൽ മധുരമുള്ള സാധനങ്ങൾ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടി വേറെ ഒന്നും വീട്ടിലുണ്ടാക്കുന്ന വേറൊരു സാധനം കഴിക്കാതെ വരും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ചിലതിന് പുളിയായിരിക്കാം, ചിലതിന് ചവർപ്പായിരിക്കാം, ചിലതിന് കയ്പ്പായിരിക്കാം. അപ്പൊ എല്ലാ ഫ്ലേവറുകളും കുട്ടിക്ക് കൊടുത്ത് ശീലിപ്പിക്കണം ഒരു 2 വയസ്സിന് അല്ലെങ്കിൽ 1.5 വയസ്സിന് മുമ്പ് തന്നെ. അതല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 8-10 വയസ്സ് വരെ കുട്ടി വേറെ ഒന്നും കഴിക്കാത്ത ഒരു പിക്കി ഈറ്റേഴ്സ് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ജനറലി ഇതാണ് നമ്മൾ ഭക്ഷണത്തെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളൊരു 1 വയസ്സിന്റെ 1.5 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടി നമ്മൾ പാരൻസ് കുട്ടിയുടെ അമ്മ കഴിക്കുന്നതിന്റെ ഒരു പകുതി എമൗണ്ട് എങ്കിലും കഴിക്കണം എന്നുള്ളതാണ് ജനറലി പറയാം. പിന്നെ അതിനനുസരിച്ച് ക്രമാനുഗതമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. Aster Women and Children, a unit of Aster MIMS Hospital, Kottakkal.